നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം നാളെ രാത്രിയാണ്. സ്ക്വാഡിൽ ആരൊക്കെ ഇടം പിടിക്കും, ബ്രസീലിൻ്റെ ആദ്യ ലെവലിൽ ആരൊക്കെ, ഇതിൻ്റെയൊക്കെ ഒരു സൂചന ഇന്നത്തെ ട്രെയിനിങ് സെഷനും കഴിഞ്ഞ് കോച്ച് ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടു കഴിയുമ്പോഴാണ് ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷെ ബ്രസീലുകാർക്ക് ഇനി പുറക്കുന്നില്ല, ഒരു വമ്പൻ പോരാട്ടമാണല്ലോ. അപ്പോൾ അവിടുത്തെ പ്രമുഖ മാധ്യമം ഗ്ലോബോ ആരാധകരോട് ഒരു സർവേ ഒക്കെ നടത്തിയിട്ട് ബ്രസീലിന് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച 11 ഏതെന്ന് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4-4-2 ഫോർമാറ്റിലുള്ള ഒരു 11ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആഞ്ചലോട്ടി 4-4-2 ഫോർമാറ്റ് ഇറക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രാൻസാണ് അറ്റാക്കിങ്ങിന് മാത്രം പ്രാധാന്യം കൊടുത്തൊരു സ്ക്വാഡിനെ ബ്രസീൽ ഇറക്കിയാൽ ബ്രസീലിൻ്റെ ഡിഫൻസ് പൊളിച്ച് കൈ കൊടുത്ത് അവരങ്ങ് പോകും. കാരണം അത്രയും ശക്തമായിട്ടുള്ളൊരു നിര ഫ്രാൻസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഡിഫൻസിന് പ്രാധാന്യമുള്ള തരത്തിൽ സ്ക്വാഡ് ഇറക്കുന്നതായിരിക്കും നന്നാവുക എന്ന ആഞ്ചലോട്ടിക്ക് കൃത്യമായ ബോധ്യവുമുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇതേപോലെയൊക്കെയുള്ള ഇതേ താരങ്ങളെ വെച്ചുള്ളൊരു 11 ഇറക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഗ്ലോബോ അവതരിപ്പിക്കുന്ന ബ്രസീലിൻ്റെ 11, ഫ്രാൻസിനെതിരെ ഇറങ്ങാൻ പോകുന്ന 11 എന്ന രൂപത്തിൽ അവർ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ, നമുക്കറിയാമല്ലോ, അത് ഓൾമോസ്റ്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആലിസൺ ബെക്കർക്ക് പരിക്കാണ്. അപ്പോൾ എഡേഴ്സൺ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കിന്യോസിന് ചെറിയ പരിക്കിൻ്റെ വിഷയങ്ങളുണ്ട്. ഇന്നലെ അദ്ദേഹം അങ്ങനെ പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർക്കിന്യോസും ബ്രമറും ചേർന്നുകൊണ്ട് സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ. അത് ഇപ്പോൾ നമുക്കറിയാം, പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ബ്രസീലിനെ ഡിഫൻസിൽ വല്ലാതെ വലച്ചിട്ടുണ്ട്. ഗബ്രിയൽ മെഗല്ലസ് ആണ് അവിടെ കളിക്കേണ്ടിയിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹമില്ല. അതുകൊണ്ട് മാർക്കിന്യോസും ബ്രമറും സെൻട്രൽ ബാക്കുമാരാകുമ്പോൾ ഇരു പാർശ്വങ്ങളിലായിട്ട് ഡഗ്ലസ് സാൻഡോസും വെസ്ലിയും ഇറങ്ങും. ഇതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മധ്യനിരയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കാസമിറോ, ആൻഡ്രി സാൻഡോസ് അവർക്ക് പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട്. ഒപ്പം ഡാനിലോ, മിഡ്ഫീൽഡർ ഡാനിലോ, അതുപോലെ ഗബ്രിയൽ സറ എന്നിവരുണ്ടാകും. പിന്നെ ഗോളടിക്കാനായിട്ട് മുന്നേറി കളിക്കാൻ വിനിയും റാഫീഞ്ഞയും 2 പാർശ്വങ്ങളിൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. സെൻട്രൽ സ്ട്രൈക്കർ എവിടെ എന്ന ചോദ്യം വരും. പക്ഷേ ഫ്രാൻസിനെതിരെ ഈ രൂപത്തിലുള്ള സ്ക്വാഡ് ഇറക്കുന്നതായിരിക്കും ബെറ്റർ ആവുക ഏതാണ് ബ്രസീലിയൻ മാധ്യമം പറയുന്നത്. ഇതിലിപ്പം വിനിയാണെങ്കിലും മിന്നും ഫോമിലാണ്, അതുപോലെ റാഫീഞ്ഞ ആണെങ്കിലും മിന്നും ഫോമിലാണ്. സോ ആഞ്ചലോട്ടി 4-4-2 ഫോർമാറ്റിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ പോയാൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ലൈനപ്പ് വരാൻ തന്നെയാണ് സാധ്യത. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പോലും ഈ ലൈനപ്പിൽ പറഞ്ഞ മിക്ക താരങ്ങളും ആദ്യ 11 ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.